അട്ടമലയിൽ സംഭവിച്ചത് മാത്രം നോക്കാം. ഉരുൾപൊട്ടലിനെ തുടർന്ന് ആനത്താര അടഞ്ഞപ്പോൾ പെട്ടുപോയ ആനകൾ അക്രമാസക്തരാകുന്നു. 12 ആനകളാണ് ആനത്താര അടഞ്ഞ് പ്രദേശത്തു തന്നെ തുടരേണ്ടി വന്നത്. ഇത്രയും മാസങ്ങളായിട്ടും കേന്ദ്ര സഹായം കിട്ടിയില്ല എന്നതുപോലെ തന്നെ ഇവയെ മറുകര കടത്തിവിടാനും സാധിച്ചിട്ടില്ല. ഒരാനയ്ക്ക് ദിവസവും വേണ്ടത് 140 പൗണ്ട് തീറ്റയാണ്. അതായത് ഏകദേശം 65 കിലോ എന്ന് പറയാം. 12 ആനകളുള്ള ഒരു കൂട്ടത്തിന് ദിവസം വേണ്ടത് 780 കിലോ തീറ്റയും 2400 ലിറ്റർ വെള്ളവുമാണ്. ഇത് കൂടാതെ ചൂട് കൂടുമ്പോൾ 5000 ലിറ്റർ വരെ വെള്ളം ഇവ ഓരോന്നും തുമ്പിക്കൈയിൽ മുക്കി മസ്തകം വഴി ഒഴിക്കും. ഓരോ ആനക്കൂട്ടവും കാട് വിട്ട് പുറത്തിറങ്ങുന്നത് ഭക്ഷണവും വെള്ളവും കിട്ടാതെ വരുമ്പോഴാണ്. മനുഷ്യർ സ്വന്തം ആവാസ സ്ഥലത്ത് വെള്ളം കിട്ടാതെ വന്നാൽ പണ്ടൊക്കെ പലായനം ചെയ്യുമായിരുന്നു. ഇപ്പോ സർക്കാരിനെതിരെ സമരം നടത്തി വണ്ടികളിൽ വെള്ളം എത്തിക്കും. ആനകൾക്കും ഒന്നുകിൽ വലിയ തടാകങ്ങളിൽ വെള്ളം ഉറപ്പാക്കണം. ഇതിനായി കൃത്രിമ ജലാശയങ്ങൾ ആവശ്യമെങ്കിൽ നിർമ്മിക്കണം. അതല്ലെങ്കിൽ വെള്ളം വറ്റിയാൽ പൈപ്പ് വഴിയോ വാഹനം വഴിയോ ജലം എത്തിക്കുകയും വേണം. ആ ഒരു ഉത്തരവാദിത്തം വനം മന്ത്രിക്കുണ്ട്. അത് ചെയ്യാനാണ് വനം വകുപ്പിന് ഒരു മന്ത്രിയെ നൽകിയിരിക്കുന്നത്. അല്ലാതെ സ്വന്തം പാർട്ടിയിലെ ആഭ്യന്തര കലഹം തീർക്കുകയല്ല മന്ത്രിയുടെ ജോലി.